ഹലോ പ്ലസ് ടു മക്കളെ, തമ്പിൽ കണ്ടിട്ടുണ്ടാവും എത്രയോ ഡേയ്സ് ലെഫ്റ്റ് എന്ന്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഈ വീഡിയോ ഇറങ്ങുന്ന ദിവസമാണോ ഒക്ടോബർ അവസാനത്തെ ദിവസം അല്ലെങ്കിൽ നവംബറിലെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വെറും 40 ഡേയ്സ് ലെഫ്റ്റ്. ഇനി നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ വീഡിയോ എന്നാ കാണുന്ന അന്ന് പോലെ എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് അല്ലേ. ഡിസംബർ 8 മിക്കവാറും നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര ദിവസം ബാക്കിയുണ്ട് നിങ്ങൾ ആലോചിക്കും. അതൊന്ന് മനസ്സിലെടുത്തു. ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം, എനിക്ക് നിങ്ങളുടെ അടുത്ത് അറിയേണ്ടത് PCMB അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എത്ര ചാപ്റ്റർ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്തു, ഫിസിക്സിൽ എത്ര ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ 100% എല്ലാ ക്വസ്റ്റൻ അല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അതിലൊരു 60-70% എങ്കിലും അറിയും. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ്സ് അറിയാം, ക്വസ്റ്റ്യൻ വന്നാൽ കുറേയൊക്കെ ശരിയാവും. അങ്ങനെ എത്ര ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് കമൻറ്റ് ചെയ്യും. ഫിസിക്സിൽ 3 കെമിസ്ട്രിയിൽ 5 മാത്സിൽ 4 ഓക്കെ, ബയോയിൽ 2 അങ്ങനെയാണ്. അങ്ങനെ കമൻറ്റ് ചെയ്യും. ഓക്കെ, കാരണം ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ നിങ്ങളുടെ കമൻറ്റ്സ് നോക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയണം എത്ര ദിവസം ബാക്കിയുണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ടെന്ന്. ഇനി റിയാലിറ്റി പറഞ്ഞാൽ ഓക്കെ, ഞാൻ വെറുതെ പറയല്ല. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചോ, നിങ്ങളുടെ ഒരു സീനിയർ ആണോ ഞാൻ? ഓക്കെ, ഞാനും കുറച്ച് കാലം മുമ്പ് +2 പാസ്സായിട്ടേതാ. അതേപോലെ എനിക്കും കുറേ സീനിയേഴ്സ് ഉണ്ടായിരുന്നു, അലക്സ് സാറിനെ പോലെ കുറേ ആൾക്കാർ എനിക്കറിയാം. +2 അവസാനം എന്താ സംഭവിക്കാം? സിലബസ് തീർക്കുന്നതിൻ്റെ ഒരു റേസ് ആയിരിക്കും. നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ ആ റേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ട് ആ ടീച്ചർ അങ്ങനെ എടുക്കുന്നത്, ഈ ടീച്ചർ ഇങ്ങനെ എടുക്കുക. ടീച്ചർമാരുടെ മിസ്റ്റേക്സ് അല്ല ഇപ്പം. ഓക്കെ, ഇത് എല്ലാ സ്കൂളിലും എല്ലായിടത്തും നടക്കുന്ന റിയലിസ്റ്റിക് കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പഠിച്ചപ്പോഴും അലക്സ് സാർ പഠിച്ചപ്പോഴും എനിക്കറിയാം, എല്ലാവരും പഠിച്ച സമയത്തും സ്കൂളിൽ നിന്ന് പെട്ടെന്ന് സിലബസ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തിലൊക്കെ ഒരു ചാപ്റ്റർ തീരുന്ന അവസ്ഥ വരെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, നല്ലതല്ല, അത് ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യുന്നത്. പക്ഷെ അതാണ് നിങ്ങളുടെ സ്കൂളിലെ അവസ്ഥ അല്ലേ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാകുന്നുണ്ടല്ലോ, അതേ സമയത്ത് ടീച്ചർ നോട്ട്സ് എന്നിട്ട് ഇതാ പഠിച്ചു, ചാപ്റ്റർ കഴിഞ്ഞു, കുറേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റിയാലിറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾ സ്വന്തമാണ് ഈ റേസിൽ. ഓക്കെ, നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും സിലബസ് അല്ലെങ്കിൽ ഡിസംബർ ആകുമ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞാൽ ടീച്ചേഴ്സ് അങ്ങ് പറയും. അപ്പോഴായിരിക്കും നിങ്ങളായിരിക്കും 3ാമത്തെ ചാപ്റ്റർ കഴിയുമ്പോൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ആകുക. കാരണം നിങ്ങൾ 3 ചാപ്റ്ററൊക്കെ വരെ റെഡി ആയിട്ടുണ്ടാവുള്ളൂ. ഇനി നിങ്ങൾ സ്വന്തമാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റേസിലാണ്. ഓക്കെ, ഞാനും അലക്സാറൊക്കെ പഠിച്ച സമയത്ത് ഞങ്ങൾ ആക്ച്വലി സ്വന്തമായിരുന്നു, വേറെ ഒരു വഴിയില്ല. നമ്മൾ സ്വന്തം പഠിക്കണം, സ്വന്തം മോട്ടിവേഷൻ ഉണ്ടാക്കണം, സ്വന്തം ബുക്ക് വായിച്ച് പഠിച്ച് കോൺസെപ്റ്റ്സ് ഉണ്ടാക്കണം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നിങ്ങൾക്ക് വഴികളുണ്ട്. ഞാനിത് അവിടെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. പക്ഷെ നിങ്ങൾ കേൾക്കണം. ഓക്കെ, ഫസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി സ്കൂളിൻ്റെ ആ റേസ് നിങ്ങൾ വിടും. ഓക്കെ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഒരു ഗോൾസ് കൊടുത്തിട്ടുണ്ട്, കാലണ്ടർ കൊടുത്തിട്ടുണ്ട്, സമയം കുറവാണ്, അവർ ചാപ്റ്റർ വേഗം തീർക്കാൻ നോക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 1, 2, 3 അവസ്ഥ. അതല്ല 10, 11, 12 പടപടേന്ന് ഒരിക്കൽ എടുക്കുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ 10, 11, 12 നിങ്ങളിപ്പം എല്ലാ ദിവസവും പഠിക്കാൻ പോയാൽ ചിലപ്പോൾ നിങ്ങളുടെ ഇതും ശരിയാവില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ചാപ്റ്റർ മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? മാക്സിമം ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞത്. ഓക്കെ, മാക്സിമം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. മാക്സിമം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ്. നിങ്ങളിപ്പോൾ 1, 2, 3 ആണെങ്കിലും കുഴപ്പമില്ല. അവിടെ നിങ്ങൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങളെ കൊണ്ട് പറ്റും. പക്ഷേ നിങ്ങൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഗോൾ തുടങ്ങണം. അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ 1, 2 കംപ്ലീറ്റഡ് ആണ് ഫിസിക്സിൽ, അല്ലെങ്കിൽ മാത്സ് എടുത്തോ. മാത്സ് നിങ്ങൾ 1, 2 കംപ്ലീറ്റഡ് ആണ്. അടുത്തെന്ത് ചെയ്യും? നിങ്ങൾ 3 കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേസിൽ 3, 4 ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ തുടങ്ങി. എനിക്കറിയാം 14, 12 എന്ന് കാണുമ്പോൾ പേടിയാവും. ഞാൻ ഇത്രയല്ലേ ഉള്ളൂ, സമയമുണ്ടോ, പഠിച്ചു തീർത്താൽ സമയമുണ്ട്. നിങ്ങൾ ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്ക് 7-8 കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ഭയങ്കര അടിപൊളിയായി. ഓക്കെ, പക്ഷേ തുടങ്ങണം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഓരോ ചാപ്റ്ററും നിങ്ങൾ ഒരു 70 to 80% പഠിക്കാൻ ആദ്യം ശ്രമിക്കും. ഓക്കെ, ഒറ്റ ഇരിപ്പിൽ ഇരുന്നിട്ട് ഇന്നേ വരെ നിങ്ങളൊരു ചാപ്റ്റർ 100% പഠിച്ചു തീർത്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇന്ന് ഇരുന്ന് പഠിക്കാൻ തുടങ്ങി, നാളെ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒറ്റ ഒരു ട്രയൽ നിങ്ങൾ ഒരു ചാപ്റ്റർ എല്ലാ ക്വസ്റ്റ്യൻസ് പഠിക്കുമോ? പറ്റൂല. ആ 70-80% നിങ്ങൾ പഠിക്കുക. ചില ക്വസ്റ്റ്യൻസ് കിട്ടൂല. ഓക്കെ, ചിലത് നമ്മൾ എന്ത് ചെയ്യും? റിവൈസ് ചെയ്യുമ്പോൾ ശരിയാക്കുക. നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യാൻ വരും. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ റിവിഷൻ ഉണ്ട്, നിങ്ങൾക്ക് മോഡൽ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ റിവൈസ് ചെയ്യും, പിന്നെ ഫൈനലിൽ റിവൈസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഇത് മാറ്റിയിട്ട് 100% എത്തിക്കാം. അപ്പോൾ അത് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷനൊക്കെ ആയിട്ട് നിങ്ങൾ തന്നെ പഠിച്ചോളൂ. പക്ഷേ ഇപ്പോഴത്തെ ഗോൾ എന്താ? എല്ലാ ചാപ്റ്ററും മാക്സിമം നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് 70 to 80% തീർക്കാൻ നോക്കുക. നിങ്ങൾ വേറെ ആരായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കണം. നിങ്ങൾ നിങ്ങളുടെ പേസിൽ പോവുക. ഓക്കെ, നിങ്ങൾ മാത്സ് ആണെങ്കിൽ ഞാൻ ഏകദേശം ഒരു ഗോൾ തരാം. നിങ്ങളൊരു 9 വരെയൊക്കെ മാക്സിമം തീർത്ത അടിപൊളി. ഓക്കെ, 7, 8 ഓക്കെ 9 ആണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് വരെ നിങ്ങൾ വളരെ സേഫാണ്. ഓക്കെ, ഫിസിക്സിൽ ഏകദേശം 8, കെമിസ്ട്രിയിൽ കുറച്ച് കുറവായിരിക്കും, ചാപ്റ്റേഴ്സ് കുറവായിരിക്കും, 7 ആയിരിക്കും, ബയോളജിയിൽ കുറച്ച് കൂടുതലായിരിക്കും, 10 ആണെങ്കിൽ അടിപൊളി. ഇത് റഫ് എമൗണ്ട് ഇരുന്ന നിങ്ങളിപ്പം 1, 2 നിങ്ങൾ 3, 4 കംപ്ലീറ്റ് ചെയ്താൽ ഞാൻ ഹാപ്പിയാണ്.
ഓക്കെ, ഞാൻ ഹാപ്പിയാണ്. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്തു എന്നുള്ളത്. ഓക്കെ, കാരണം ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്തിൽ ഇപ്പോൾ ട്രൈ ചെയ്യണം. ഓക്കെ, മാക്സിമം ചാപ്റ്റേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. എല്ലാ ചാപ്റ്റർ 70-80% പെർഫെക്ഷൻ മതി. ചില കോൺസെപ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഇഷ്ടം വിട്ടോ, പിന്നെ പഠിക്കാം. പക്ഷെ ഇപ്പം എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കും. ചിലവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ടഫ് കോൺസെപ്റ്റ് ഇതുമ്പോൾ വിടും, നീ ചാപ്റ്ററേ നോക്കണ്ട വിടാം. അവിടെയാണ് തെറ്റ് വരുന്നത്. നിങ്ങൾ എന്താണെങ്കിലും എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്കൂളിലെ അവസാനത്തെ വർഷമാണ്, ഈ മാർക്കാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു മാർക്ക്, എപ്പോഴും പബ്ലിഷ് ആവുന്ന. അപ്പോൾ നിങ്ങൾ ഇപ്പം പെർഫെക്ഷൻ അല്ലെങ്കിലും പഠിക്കാൻ നോക്കുക. ഓക്കെ, ഈ കാര്യം മനസ്സിലാക്കി. ഇനി നിങ്ങൾ എങ്ങനെയാണ് സാർ ഇത് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് പറയാം. ഓക്കെ, 2 ടൈപ്പ് ആൾക്കാരുള്ളത് നോക്കിയേ. നിങ്ങൾ എക്സാമിനറിൻ്റെ ബാച്ചിലുള്ളവർക്ക്, ഓക്കെ, ബാച്ചിലുള്ളവർ ആദ്യം മുതൽ ജോയിൻ ചെയ്ത് പഠിച്ച് ലൈവ് കാണുന്നവർക്ക് ഒരു അഡ്വൈസും ഞാൻ തരുന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി കറക്റ്റ് ട്രാക്കിലാണ് അല്ലേ. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ മാത്സിലൊക്കെ ഇൻറ്റഗ്രൽസ് കഴിഞ്ഞു, ആപ്ലിക്കേഷൻ ഇൻറ്റഗ്രൽസ് കഴിഞ്ഞു, ഡിഫറൻഷ്യൽ കഴിഞ്ഞു, നിങ്ങൾ 9, 10, 11 എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ട്രാക്കിലല്ല, ഇൻ ഫ്രണ്ട് ഓഫ് ദ ട്രാക്കാണ്. ഓക്കെ, ബാച്ചിൽ നേരത്തെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിയവർക്ക്. ഇനി അവർക്ക് ഞാൻ ഉപദേശം തരുന്നില്ല, അങ്ങനെ അല്ലാത്തവർക്കാണ്. ലേറ്റ് ആയിട്ട് ചിലപ്പോൾ ജോയിൻ ചെയ്തവരുണ്ടോ, ഇപ്പോൾ ജോയിൻ ചെയ്തവരുണ്ടോ, ഇന്ന് ജോയിൻ ചെയ്യുന്നവരുണ്ടോ, നാളെ ജോയിൻ ചെയ്യുന്നവരുണ്ടോ കേട്ടോ. അപ്പോൾ ബാച്ചിലുള്ളവർ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വീണ്ടും നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ചാപ്റ്ററിൻ്റെ ലൈവ് ക്ലാസ് പറഞ്ഞാൽ 10, 11 ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, നിങ്ങൾ അതിൻ്റെ ലൈവിൻ്റെ റെക്കോർഡഡ് ക്ലാസ് കാണും. ഓക്കെ, ലൈവിൻ്റെ റെക്കോർഡഡ് ക്ലാസ് കാണും. അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാത്സിലെ 3ാമത്തെ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ 3 കാണാം, 4 കാണാം, 5 കാണാം. ഓക്കെ, ഈ റെക്കോർഡഡ് ക്ലാസ് കാണാം. ഓക്കെ, ഭയങ്കര ലെങ്ത് ഒന്നല്ല, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. നിങ്ങൾക്കിത് കാണാനുള്ള സമയമുണ്ട്, പക്ഷേ സ്വന്തം സമയത്ത് ഇരുന്ന് കാണാം. കുറച്ച് സമയം എടുത്തിട്ട് കണ്ടു തീർക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ താല്പര്യമുണ്ട്, അത് ലൈവായിട്ട് തന്നെ കണ്ടോ. ഇപ്പോൾ ലൈവിലുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, അവിടെ വരെ എത്തിയെങ്കിൽ നിങ്ങൾ ലൈവായിട്ട് കണ്ടോ, അല്ലെങ്കിൽ റെക്കോർഡറായിട്ട് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത് കണ്ട് തീർക്കുക. ഓക്കെ, ഈ ക്ലാസ് മതി. നിങ്ങൾ കുറേ സ്വന്തം കഷ്ടപ്പെട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കുറേ ദിവസങ്ങൾ വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു ചാപ്റ്റർ ചിലപ്പം 4 മണിക്കൂറോ 6 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ തീരും. ഓക്കെ, ക്ലാസ്. ഓക്കെ, അത് നിങ്ങൾ 1.5x ഇട്ട് 3-4 മണിക്കൂർ തീരും. ഓക്കെ, ചെറിയ ചാപ്റ്ററാണ് പെട്ടെന്ന്. അപ്പം നിങ്ങൾ മാക്സിമം ചാപ്റ്റർ തീർക്കാൻ നോക്കുക. റിവിഷനൊക്കെ നമുക്ക് സെറ്റാക്കാം, പക്ഷേ അത് വേഗം ക്യാച്ചപ്പ് ചെയ്യാൻ നോക്കാം. വേഗം ക്യാച്ചപ്പ്. ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് ക്രിസ്മസ് എക്സാമിൽ തീർത്താൽ നിങ്ങൾ സെറ്റാണ്. ഓക്കെ, ഇനി ബാച്ചിൽ ഇല്ലാത്തവരെന്താണ്, നോൺ ബാച്ച് ഞാൻ പറയാം. ഓക്കെ, നോൺ ബാച്ചിലുള്ളവർക്ക് ഓക്കെ, ഫസ്റ്റ് ആൻഡ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്, ഞാൻ നിർബന്ധിക്കില്ല ഒരിക്കലും. ചിലവർക്ക് ഫൈനാൻഷ്യലി ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല, ചിലവർക്ക് ബാച്ച് ജോയിൻ ചെയ്യാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല, ചിലവർക്ക് സ്വന്തം പഠിക്കാനൊക്കെ. അപ്പോൾ അവർക്കൊന്നും കുഴപ്പമില്ല. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ, അതിന് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, കാരണം അവിടുത്തെ ക്ലാസ്സിനെ പറ്റി നിങ്ങൾ ഒരു ഡൗട്ടും വേണ്ട, ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സാണ്. അത് നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ ക്രിസ്മസ് ഡിസംബർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സിലബസ് തീർക്കും. അതിൻ്റെ ട്രാക്കിലാണ്. അത് വെറുതെ പെടപെടാന്ന് പോയിട്ടൊന്നല്ല. നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും. ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഒന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യണം, വീണ്ടും നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്യൂഷൻ ഉണ്ടെങ്കിൽ ആ ട്യൂഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ കോച്ചിങ്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ ക്ലാസ്. ബേസിക്കലി നിങ്ങൾ മാക്സിമം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, മാക്സിമം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണം. ഗൈഡിന് വേണ്ടി നിങ്ങൾ ബുക്സ്, എന്തെങ്കിലും ഒരു സെറ്റ് ഓഫ് ബുക്സ്, നിങ്ങൾക്ക് എക്സാമിനറിന് തന്നെ ബുക്ക് ഉണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ ബുക്ക്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തം നോട്ട്സ്, സെൽഫ് നോട്ട്സ് ആയിട്ടും നിങ്ങൾക്ക് തീർക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു ഗൈഡൻസ് വേണം. ബാച്ചിലാകുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നോട്ട്സ് കിട്ടും, നമ്മുടെ ക്ലാസ് കിട്ടും, അതിൻ്റെ ധാരാളമാണ്. അപ്പോൾ സ്വന്തം ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കണം, ഏതെങ്കിലും ബുക്ക് നല്ലത് നോക്കി വെക്കണം, അതുപോലെ നിങ്ങളൊരു പ്രോഗ്രസ് ഉണ്ടാക്കി വെക്കണം. ഇങ്ങനെ മാക്സിമം ചാപ്റ്റേഴ്സ് തീർക്കാൻ നോക്കുക. 70 to 80%. അങ്ങനെയാണ് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് A അല്ലെങ്കിൽ A+ കിട്ടും ഫൈനൽ എക്സാം. പിന്നെ ഒന്നും പേടിക്കണം. ക്രിസ്മസ് എക്സാമിന് Aയോ A+ അല്ലെങ്കിൽ B കിട്ടിയാലും ഞാൻ ഗ്യാരണ്ടി ചെയ്യാം നിങ്ങൾക്ക് A+ ഫൈനൽ എക്സാമിന് കിട്ടും. അത് അത്ര ഉറപ്പാണ്. പക്ഷെ ഇപ്പോൾ ട്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ സെറ്റാക്കുക. എല്ലാ ചാപ്റ്ററും 70 to 80% തീർക്കാൻ നോക്കുക. വേഗം ഒരു കമൻറ്റിൽ നിങ്ങൾ ഇവിടെ വരെ കണ്ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കമൻറ്റ് ഇട്ടോ, 70 to 80%. ഓക്കെ, ഇനി ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ ആൻഡ് പ്ലാനും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായിരുന്നു മെയിൻ സംഭവം. നോക്കിയേ, ഇതാ മൺഡേ 7 PM. ഓക്കെ, മൺഡേ 7 PM നിങ്ങൾക്ക് ഇവൻ്റ് ഉണ്ട്, അതിന് വരിക. ഓക്കെ, മൺഡേ 7 PM ഇവൻ്റ് ഉണ്ട്. ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞൊരു പ്ലാനൊക്കെ ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾ മൺഡേ 7 PM ഇവൻറ്റിന് വരിക, ഈ മൺഡേ തന്നെ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് വരിക, ഇതിന് കാണാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ അതിന് തീരുമാനം എടുക്കുക, പഠിക്കുന്നത്. ഓക്കെ, സീ യു ദെയർ.